Hi. I really need your help and support because ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇത്രയും പെട്ടെന്ന് ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. I was waiting for few moments and few days. But എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ടായി ഡിംപിൾ ഹാപ്പി ആണോ എന്നൊക്കെ. ഞാനും പറഞ്ഞിട്ടുണ്ടായിട്ട് ഇന്നത്തെ ലൈവിൽ ഡിംപിൾ ഹാപ്പിയാണ്. എന്നാൽ പോലും ഇതിനിപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. ബിക്കോസ് ആ രീതിയിലാണ് ഡിംപിൾ മെൻ്റൽ ടോർച്ചർ അവിടെ ഫേസ് ചെയ്യുന്നത്. ആൻഡ് അതിനേക്കാളും വേറെ ആരുമല്ല, മജീസിയ ഭാനു തന്നെയാണ്. ബിക്കോസ് ഇന്നലെ ഞാൻ സംസാരിച്ചിരുന്നു ഡിംപിളായിട്ട്. അപ്പോഴും അവൾ നല്ല വിഷമത്തിലുമായിരുന്നു, നല്ല ദേഷ്യത്തിലായിരുന്നു, ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ആൻഡ് ഫിനാലെ ചെയ്യുന്നില്ല എന്ന് വേറെ അവളുടെ മനസ്സിൽ, ഞങ്ങളുടെ മനസ്സിൽ വേറെ വന്നു. ബിക്കോസ് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് പോയൊരു വ്യക്തി ഷോ കഴിഞ്ഞ് വന്നിട്ടും സോഷ്യൽ മീഡിയ വഴി ഇത്രയും ഹരാസ്മെൻറ്റും ബുള്ളിങ് ഒക്കെ സഹിച്ചിട്ടും നമ്മൾ ഇന്നും ചിരിച്ചു നിൽക്കുന്നത് വേറൊന്നും നമുക്കിതൊന്നും ഏക്കാറില്ലാത്തതുകൊണ്ടല്ല. ബട്ട് വി ഹവ് ലേൺ ടു മൂവ് ഓൺ, വി ഹവ് ലേൺ ടു just let it go. Otherwise it's not that we don't know how to respond or how to react on anything that is happening. പക്ഷേ ഇത് ഇപ്പോൾ ഇച്ചിരി ഓവറായിട്ടുണ്ട്. ബിക്കോസ് ഇതുവരെ സോഷ്യൽ മീഡിയ വഴി എൻ്റെ മമ്മി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ അപ്പോളജൈസ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്. ഒരിക്കലും ഞങ്ങളുടെ ഫാമിലിയോ അല്ലെങ്കിൽ ഡിംപിൾ ആസ് എ പേഴ്സൺ ഹാസ് നെവർ ഇൻസൾട്ടഡ് എനിബഡി ഓൺ സോഷ്യൽ മീഡിയ. ആൻഡ് അതുകൂടാതെ ഇന്ന് അവിടെ ഒരു റിയാലിറ്റി ഷോൻ്റെ ഫിനാലിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ പിന്നെയും ഡ്യൂറിങ് എ പെർഫോമൻസിൻ്റെ ടൈമിൽ പോലും ഇമേജസിയ ഭാവന പറയണ ഈ പെൺകുട്ടി എനിക്കറിയില്ല വാട്ട് ഈസ് ഷീ മെയ്ഡ് ഓഫ്. ബിക്കോസ് ഷീ ഹാസ് നോ ഷെയിം, നോ ലെവൽ ഓഫ് എനിത്തിങ് ഐ ഗെസ്. ബിക്കോസ് അവിടെ നിന്നിട്ട് പോലും അവളുടെ ഡിംപിളിനെ ഫ്രോഡ്, മണ്ണാങ്കട്ട കഥ, നീ അല്ലടി ഫ്രോഡ്, നീ ജൂലിയറ്റിയുടെ കഥ വിട്ടിട്ട് കാശ് ഉണ്ടാക്കിയവളല്ലേ, ഇതൊക്കെ പറയണേ. എനിക്ക് മജീസിയ ഭാനുവിനോട് ചോദ്യം, അവർക്ക് ആൾക്കാരെ വിൽക്കാനുള്ള സ്വഭാവം ഉണ്ടാവാം, പക്ഷെ നമുക്കില്ല. അതും വിറ്റ് നമുക്ക് കാശുണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ അങ്ങ് ജീവിച്ച് പോണത്. എന്നാൽ പോലും ഇന്ന് ഞാനിത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് ബിക്കോസ് ഡിംപിൾ എനിക്ക് ഇന്നൊരു വോയിസ് നോട്ട് അയച്ചിട്ടുണ്ടായി. ഇന്നലത്തെ അവളുടെ ഈ ഒരു വൃത്തിയായിട്ട് ആറ്റിറ്റ്യൂഡ് കണ്ട ഉടനെ ഞാൻ ഏഷ്യാനെറ്റിനെയും എൻ്റെ മോൾ ടീമിനെയും ഇൻഫോം ചെയ്തിട്ടുണ്ടായി. പ്ലീസ് ടേക്ക് എൻ ആക്ഷൻ അഗെയിൻസ്റ്റ് ഹർ. ബിക്കോസ് ഇഫ് ദിസ് കണ്ടിന്യൂസ് ഡിംപിൾ ഇസ് നോട്ട് ഗോണ പാർട്ടിസിപ്പേറ്റ് ഇൻ ഫിനാലെ. അവരുടേതായ രീതിയിലല്ല പറഞ്ഞ് മനസ്സിലാക്കിയതായിരുന്നു. പക്ഷേ ഇന്ന് പിന്നെയും ഷി റിപ്പീറ്റഡ് ദ സെയിം തിങ്. ഷി ഈസ് ബീൻ ഹറാസിങ് ഡിംപിൾ കണ്ടിന്യൂസ്ലി സിൻസ് ദ മൊമെൻറ്റ് അവൾ അവിടെ സ്റ്റെപ്പ് ചെയ്ത പിന്നെ. ദ ഓൺലി തിങ് ഷി ഈസ് ഡൂയിങ് ഈസ് പ്രൊവോക്കിംഗ് ഡിംപിൾ ആൻഡ് ഹറാസിങ് ഹർ. ഡിംപിൾ അവിടെ ഒരു ഷൂട്ടിനാണ് പോയിരിക്കുന്നത്. അവൾക്ക് ചിരിക്കാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് പീപ്പിൾ എക്സ്പെക്ടിങ് ഹർ ടു സ്മൈൽ ആൻഡ് ഷീ വിത്ത് ഓൾ ഹർ സാഡ്നെസ് ഇൻസൈഡ് ഹർ ഹാർട്ട് ഷീസ് ട്രൈങ് ടു പുട്ട് ഓൺ ഓർ പേസ്റ്റ് ദാറ്റ് സ്മൈൽ ഓൺ ഹർ ഫേസ്. ചെയ്യുന്നുണ്ട്, അവൾക്ക് പറ്റണ പോലെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരാൾ പിന്നെയും മരിച്ച ആൾക്കാരുടെ പേരും പറഞ്ഞ് നമ്മളെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ, നമ്മളെ ഹേർട്ട് ചെയ്യുമ്പോൾ കൂടെ നിൽക്കുന്ന ആൾക്കാരും നമ്മൾ ഈ ടീം എന്ന് പറയുന്ന ഒരുപാട് അതോറിറ്റിയും ആരും അവളുടെ അഗെയിൻസ്റ്റ് ആക്ഷൻ എടുക്കുന്നില്ല. ആൻഡ് ദിസ് ഇസ് ഇനഫ്. We don't care whether she's participating or she's gonna be in the finale or not, but one thing is for sure. I really want people to take action against Majesia, and if nobody is gonna take it, I need your support, because you are the guys who supported Dimple വീഴുമ്പോഴും ഡിംപിളിൻ്റെ ഓരോ സ്റ്റെപ്പിൽ നിങ്ങളാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാൻ ഡിംപിളിനെ. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. പ്ലീസ് ഹെൽപ്പ് മീ സ്പ്രെഡ് ദിസ് വേർഡ് ആൻഡ് ലെറ്റ് ദീസ് പീപ്പിൾ ടേക്ക് ആൻ ആക്ഷൻ അഗെയിൻസ്റ്റ് Majesia. If not, then we are gonna take our way, and it is enough now. ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ ഡിംപിളിൻ്റെ ഒരു വോയിസ് നോട്ടും കൂടെ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാണ്. അവൾ ഇന്ന് എനിക്ക് ഒന്നും കൂടെ അയച്ചു തന്നിട്ടുണ്ടായി. She's tired now. It's enough. It's been 7 months. 7 മാസമായി ഒരു സെയിം കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ബുള്ളിങ് ചെയ്യരുത്, മറ്റത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇത് ചെയ്യുന്ന കാണാം. പക്ഷെ when it comes to Dimple, nobody has a mouth. But I literally don't care about it, because we as a family, Dimple the family, ഞാൻ മമ്മി അപ്പു മാത്രമല്ല, ഡിംപിൾ വേറെ ഒരുപാട് ലക്ഷക്കണക്കിന് ജനങ്ങൾ അവളുടെ ഫാമിലിയാണ്. ആൻഡ് ഈ ഒരു മെസ്സേജ് ആ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. We need your support and we need your help. She needs your support because she's unable to smile like the way she used to be before. And this video is specifically to take an action against Majesia Bana, and we are ready to face any consequences on this. This is me, Tinkle Bal, requesting you all to stand with Dimple Bal, and I am attaching the audio which Dimple has sent me.
Thank you. Hello, sister. uh, यहाँ सब ठीक है. uh, क्या हुआ yesterday? What happened is like, after the during the practice we were shooting for Onam, this thing, and we were on the stage, and between the task activities, okay, like we finished two and we have to do the third one. Everyone was tired because the shooting started very early for all the artists and stuff, and this Majisia was there, and she was trying, coming behind me, making comments about me, about me, fraud, this, that. I was just ignoring and moving. Wherever she is, I just go and sit alone. That is better. Because she was making sure that whichever person I'm going and speaking to, she'll come and stand there and start making, comments about it. So, yeah, the best way, like you said, I ignored maximally. But between the task on the stage, you know what she did? She's like, all the Juliet Manga Tulium, all the Mate fraud, idam ade. I don't know what all she's murmuring. That's not fair. That's really not fair. She can talk about me, I was ignoring. She cannot again talk about Juliet and, make fun. And I do not expect anyone to react, but I know to take care of my things. I'm still in contract until till finale, but these things are not entertained. So I inform Asianet head Praveen sir and Arjun sir. You know, they came and spoke to me. Arjun sir came and spoke to me today morning. And you know, and Praveen sir said that he'll be talking to Majisia today morning. I don't know whether he spoke, because I understand that they have tried their best. They have to be neutral and they're the head. They have to make sure things get over. But in among all this, I'm also a human. I'm not robot. I cannot smile when someone is just standing behind me making such comments. My self-respect is more important. I have fought for that and I've lived for that. Again today we had a Onam shoot, just a a talk show with, like, something like that, with Jagdish sir and Arya. And after the show I just went to take a picture with Jagdish sir. She was making sure, even she's making comments here and there whenever I'm sitting or talking. I was ignoring again. Today again she's coming behind and saying again, Juliet ne vich kasha kya fraud hai. I mean, what is this? What is this? Inside, my hands were cuffed. I'm outside now. Papa has always taught us to speak for right. We've been ignoring this, whatever she was doing all these months, you know, degrading mummy, Papa, Juliet, our family, you. No, this is not Dimple. I have I have been alone, but I'm strong because I've stood for such things. There is a limit threshold of any human being to ignore, but even Jesus responded. He got angry. you know there are times which we have to be, need to be reminding that person, hello, wake up. We are not dumb, we are silent. That doesn't mean that we do not understand and we don't know how to react and, take things like this. I understand that the channel and the production, they have done their best, but still she's repeated this thing again today. I have performance, I have a dance performance, and I have to be very cool, super energetic. You know, I seriously don't know. I seriously don't know why you can talk about me, but not about people who are not in this world anymore. It is my brain. I cannot help it. Now, when you say the word Papa, our eyes will get filled. That is our brain. It will get triggered. Same like Juliet. I cannot. I cannot just be silent when her name is just taken like that. I fought for everyone. I've stood for people who have stood with me, and if I do not speak for her now, it's high time.
So I don't want to fight. Papa has always said, never make a fight. You defend yourself. Always defense. Take precautions. So please discuss with mom what to do, and we should go legally about it. That's all. This should be a lesson to people that this is not being entertained. You cannot just talk about people who are not in this world. You cannot degrade എന്താ പറയുക ഇനി മാനഹാരി and mental abuse. This is called mental abuse. And yeah, I will try because I've learned to smile and I will perform, and no one can break that. But these kind of people need to be reminded. Yes, they need to be reminded. Don't worry about me. We are lions and we have always stood strong no matter what. Okay?